ഹലോ, നമ്മൾ ഇന്ന് സഞ്ചരിക്കാൻ പോകുന്നത് 135 വർഷങ്ങൾക്ക് പിന്നിലേക്കാണ്. 1889. കേരളം അന്ധവിശ്വാസങ്ങളിലും ജാതീയമായ അനാചാരങ്ങളിലും മുങ്ങി നിൽക്കുന്ന കാലം. അവിടെയാണ് ഒ ചന്തുമേനോൻ എന്ന വിപ്ലവകാരി തൻ്റെ തൂലിക ചലിപ്പിക്കുന്നത്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖ. പലരും വിചാരിക്കുന്നത് ഇതൊരു പ്രണയകഥ മാത്രമാണെന്നാണ്. എന്നാൽ ഒരു പെണ്ണ് വിചാരിച്ചാൽ മാറുന്ന ലോകത്തിൻ്റെ കഥയാണിത്. ഇംഗ്ലീഷ് പഠിച്ച, സ്വന്തമായ അഭിപ്രായമുള്ള, അന്തസ്സുള്ള ഒരു പെൺകുട്ടിയെ മലയാള സാഹിത്യത്തിന് ചന്തുമേനോൻ പരിചയപ്പെടുത്തി. അവളാണ് ഇന്ദുലേഖ. മലബാറിലെ പ്രശസ്തമായ പൂവരണി തറവാട്. അവിടെ കാരണവർ പഞ്ചുമേനോൻ എന്ന സർവാധികാരി. അദ്ദേഹത്തിന്റെ നയനങ്ങളിൽ ഇന്ദുലേഖ ഒരു രത്നമാണ്. എന്നാൽ ഇന്ദുലേഖ കേവലം സുന്ദരിയല്ല, അവൾ വിദ്യാസമ്പന്നയാണ്. സംസ്കൃതവും സംഗീതവും മാത്രമല്ല, അക്കാലത്ത് അപൂർവമായിരുന്ന ഇംഗ്ലീഷും അവൾ വശത്താക്കിയിരുന്നു. അവളുടെ ഹൃദയം കവർന്നത് മാധവനായിരുന്നു. മാധവൻ BA പാസ്സായ, സ്പോർട്സിലും വിജ്ഞാനത്തിലും ഒന്നാമനായ യുവാവ്. ഇവർ തമ്മിലുള്ള പ്രണയം നിഷ്കളങ്കമായിരുന്നു. പക്ഷേ തറവാട്ടിലെ ആചാരങ്ങളും കാരണവരുടെ മുൻകോപവും അവരുടെ പ്രണയത്തിന് വില്ലനായി മാറുന്നു. ഒരു ചെറിയ തർക്കം. മാധവനും പഞ്ചുമേനോനും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നു. അധികാരത്തിന്റെ മുനമ്പിൽ നിൽക്കുന്ന പഞ്ചുമേനോന് മാധവന്റെ സ്വതന്ത്ര ചിന്ത സഹിക്കാനാവുന്നില്ല. ഇന്ദുലേഖയെ മാധവന് നൽകില്ല എന്ന് അദ്ദേഹം ശപഥം ചെയ്തു. മാത്രമല്ല, മാധവനെ തറവാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. ഒരു കാരണവർക്ക് മുന്നിൽ തലകുനിക്കാൻ തയ്യാറാകാതെ മാധവൻ തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു. പക്ഷേ ഇതിനിടയിൽ ഇന്ദുലേഖയെ തളയ്ക്കാൻ കാരണവർ മറ്റൊരു വഴി കണ്ടെത്തി. അവിടെയാണ് മലയാളത്തിലെ ഏറ്റവും രസകരമായ കഥാപാത്രം വരുന്നത്, സൂര്യ നമ്പൂതിരിപ്പാട്. അഹങ്കാരവും മൗഢ്യവും ഒന്നിച്ചു ചേർന്ന ഒരു രൂപം. താൻ സർവജ്ഞനാണെന്ന ഭാവം. പക്ഷേ അക്ഷരഷീട്ട് പോലും നേരെ വായിക്കാൻ അറിയില്ല. ഇന്ദുലേഖയെ വിവാഹം കഴിച്ച് തന്റെ അന്തസ് കൂട്ടാനാണ് അയാൾ വരുന്നത്. ഇവിടെയാണ് ചന്തുമേനോൻ ഇന്ദുലേഖയെ ഒരു വീരനായികയാക്കുന്നത്. നമ്പൂതിരിപ്പാട് ഇന്ദുലേഖയെ കാണാൻ മുറിയിലെത്തുമ്പോൾ അവൾ എഴുന്നേറ്റ് നിൽക്കുക പോലുമില്ല. അയാളുടെ പൊള്ളയായ ചോദ്യങ്ങൾക്ക് ബുദ്ധിപരമായ മറുപടി നൽകി അവൾ അയാളെ അപഹാസ്യനാക്കുന്നു. എനിക്ക് എൻ്റെ ഇഷ്ടമുണ്ട്, എൻ്റെ പ്രണയമുണ്ട് എന്ന് ഉറപ്പിച്ചു പറയാൻ ആ പെൺകുട്ടി കാണിച്ച ധൈര്യം അന്നത്തെ കാലത്ത് ആലോചിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. സൂര്യ നമ്പൂതിരിപ്പാട് കൗശലക്കാരനായിരുന്നു. ഇന്ദുലേഖ തന്നെ തിരസ്കരിച്ചു എന്ന് അംഗീകരിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അയാൾ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും അത് ഇന്ദുലേഖയാണ് വിവാഹം കഴിച്ചത് എന്ന് നാട്ടിൽ പരത്തുകയും ചെയ്തു. ഈ വാർത്ത കേട്ട മാധവൻ തകർന്നുപോയി. തന്റെ സ്നേഹം തോറ്റുപോയി എന്ന് കരുതി അവർ മദ്രാസിലേക്കും കൊൽക്കത്തയിലേക്കും യാത്ര തിരിക്കുന്നു. ഈ യാത്രയിലൂടെ ചന്തുമേനോൻ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലെ ആചാരങ്ങളും മാറ്റങ്ങളും നമ്മെ കാണിച്ചു തരുന്നു. എന്നാൽ വിദേശയാത്രകളിൽ പോലും മാധവന്റെ മനസ്സിൽ ഇന്ദുലേഖ മാത്രമായിരുന്നു. സത്യം അധികകാലം മറച്ചുവെക്കാൻ കഴിയില്ല. സൂര്യ നമ്പൂതിരിപ്പാട് വിവാഹം കഴിച്ചത് ഇന്ദുലേഖയല്ലെന്ന് മാധവൻ തിരിച്ചറിയുന്നു. അവൻ പൂവരണിയിലേക്ക് മടങ്ങിയെത്തുന്നു. പഞ്ചുമേനോൻ പോലും തന്റെ തെറ്റുകൾ തിരിച്ചറിയുന്നു. അവസാനം മാധവനും ഇന്ദുലേഖയും ഒന്നിക്കുന്നു. അതൊരു ശുഭാന്ത്യം മാത്രമല്ല, പഴയ തറവാട്ട് നിയമങ്ങൾക്കും അനാചാരങ്ങൾക്കും മേൽ ആധുനികതയുടെയും വിദ്യാഭ്യാസത്തിന്റെയും വിജയമായിരുന്നു. ഇന്ദുലേഖ എന്ന നോവലിനെ ലോകോത്തരമാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നത് ഇതിലെ 18ാം അധ്യായമാണ്. കഥയുടെ ഗതിയിൽ നിന്ന് മാറി ചന്തുമേനോൻ വായനക്കാരുമായി നേരിട്ട് സംവദിക്കുന്ന ഒരു ഭാഗമാണിത്. മാധവനും അവന്റെ അച്ഛൻ ഗോവിന്ദ പണിക്കരും സുഹൃത്ത് ഗോവിന്ദൻകുട്ടിയും തമ്മിലുള്ള ഒരു ദീർഘമായ സംവാദമാണ് ഈ അധ്യായം. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് 3 പ്രധാന വിഷയങ്ങളാണ്: മതം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, പിന്നെ നമ്മുടെ സംസ്കാരം. ആദ്യമായി ചന്തുമേനോൻ ഉന്നയിക്കുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യമാണ്. ഇംഗ്ലീഷ് പഠിച്ചാൽ നമ്മൾ നമ്മുടെ സംസ്കാരം മറക്കുമെന്ന അക്കാലത്തെ ഭയത്തിന് മാധവനിലൂടെ അദ്ദേഹം മറുപടി നൽകുന്നു. ഇംഗ്ലീഷ് എന്നത് കേവലം ഒരു ഭാഷയല്ല, മറിച്ച് അത് ലോകവിജ്ഞാനത്തിലേക്കുള്ള ഒരു വാതിലാണെന്ന് മാധവൻ വാദിക്കുന്നു. തുടർന്ന് വരുന്നത് മതത്തെക്കുറിച്ചുള്ള വിപ്ലവകരമായ ചിന്തയാണ്. അന്ധമായി മതഗ്രന്ഥങ്ങളെ വിശ്വസിക്കുന്നതിന് പകരം യുക്തിസഹമായി ചിന്തിക്കാൻ മാധവൻ ആവശ്യപ്പെടുന്നു. ദൈവമുണ്ടോ ഇല്ലയോ എന്നതിനേക്കാൾ മനുഷ്യൻ അവന്റെ വിവേകം ഉപയോഗിച്ച് ജീവിക്കണമെന്നാണ് ഇവിടെ ചന്തുമേനോൻ പറയുന്നത്. നിരീശ്വരവാദം എന്ന വാക്ക് അക്കാലത്ത് ഇത്രയും ധൈര്യത്തോടെ ഒരു നോവൽ ഉപയോഗിച്ചത് വിപ്ലവമായിരുന്നു. ഈ അധ്യായം ചന്തുമേനോന്റെ ഒരു പ്രകടന പത്രിക പോലെയാണ്. പാരമ്പര്യമായി കിട്ടിയതുകൊണ്ട് മാത്രം ഒരു കാര്യം ശരിയാകില്ലെന്നും പുതിയ കാലത്തിനനുസരിച്ച് മാറാൻ നാം തയ്യാറാകണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. പലരും ഈ അധ്യായം വിരസമാണെന്ന് പറഞ്ഞ് മാറ്റിവെക്കാറുണ്ട്. എന്നാൽ മാധവൻ എന്ന കഥാപാത്രത്തിന്റെ ആന്തരികമായ കരുത്ത് എവിടെ നിന്ന് വരുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ ഭാഗം അത്യന്താപേക്ഷിതമാണ്. ഇന്ദുലേഖയെപ്പോലെ തന്നെ മാധവനും വിദ്യാഭ്യാസം നൽകിയ വിവേകമാണ് ഈ നോവലിന്റെ നട്ടെല്ല്. ഇക്കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഇന്നും ഇന്ദുലേഖ പ്രസക്തമായി നിൽക്കുന്നത്. ഇന്നും തന്റെ നിലപാടുകൾ ഉറച്ചു പറയുന്ന പെൺകുട്ടികൾ സമൂഹത്തിന്റെ ചോദ്യങ്ങൾ നേരിടുന്നുണ്ട്.
ഇന്ദുലേഖ നമുക്ക് നൽകുന്ന പാഠം വിദ്യാഭ്യാസമാണ് ഏറ്റവും വലിയ കരുത്ത് എന്നതാണ്. അടുത്ത ഒരു മികച്ച നോവലായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്